ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ കാണുന്നത് 2026 മോഡൽ വാഗണാറിന്റെ ഇസഡ് പ്ലസ് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. 8 ലക്ഷം രൂപ താഴെയാണ് ഈ വാഗണാറിന്റെ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓഫറുകളെല്ലാം എലിജിബിൾ ആവുകയാണെങ്കിൽ ഒരു 7:45 പഴയ സമയത്തും ഈ വാഹനം ഓൺ റോഡ് ഇറക്കാൻ പറ്റാറുണ്ട്. ഈ 2026 8 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വാഗണാർ കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വാഗണാറിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇനി വാഗണാറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2019 ആണ് വാഗണാർ അപ്ഡേറ്റ് ചെയ്തത്. 19 തൊട്ട് 26 വരെ പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും ഇല്ലാണ്ടാണ് ഈ വാഹനം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് സെല്ലിംഗ് വാഹനങ്ങളിൽ ടോപ്പ് 5 വാഹനങ്ങളിൽ എപ്പോഴും വാഗണാർ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ മാത്രം 14,000 യൂണിറ്റും മാർച്ചിൽ 17,025 യൂണിറ്റുമാണ് ഈ വാഹനം വിൽപ്പന നേടിയിരിക്കുന്നത്. അതായത് ഇപ്പോഴും ഇപ്പോൾ അത്ര പഴയ ഡിസൈൻ ആയിട്ടാണ് എങ്കിലും ആളുകൾ അവരുടെ ഫസ്റ്റ് കാറായിട്ടും അതല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടും പലരും ഇപ്പോഴും വാഗണാറിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പലരും വാഗണാറിനെ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാഗണാറിന്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്തെല്ലാം? വാഗണാറിന്റെ പോസിറ്റീവ്സ് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തിന്റെ മൈലേജ് ആണ്. കാരണം ഒരു ഇന്ത്യക്കാരൻ വാഹനം എടുക്കുന്നത് മലയാളികൾ വാഹനം എടുക്കുന്നത് മൈലേജ് നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുന്നവർക്ക് ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഒരു വാഹനം, അല്ലെങ്കിൽ 8 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഒരു വാഹനം 24 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പെട്രോൾ മാനുവലിന്, CNG ആണെങ്കിൽ 33. അത് റിയൽ ലൈഫിൽ CNG ഒരു 30 കിലോമീറ്റർ പെർ കിലോയ്ക്കും പെട്രോൾ ഒരു 18-20 ഇടയ്ക്കും മൈലേജ് തരും. അത് ആര് എങ്ങനെ ഓടിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാമത്തെ പോസിറ്റീവ്. രണ്ടാമത്തെ പോസിറ്റീവ് ഇതിന്റെ എഞ്ചിൻ തന്നെയാണ്. സെഗ്മെന്റിലെ അല്ലെങ്കിൽ 8 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ എന്ന് പറയാവുന്നത് ഇതിന്റെ 1.2 പെട്രോൾ എഞ്ചിനാണ്. വളരെ റിഫൈൻഡ് ആണ്, വളരെ സ്മൂത്ത് ആണ്, എന്നാൽ പവർഫുൾ ആണ്, മൈലേജും തരും. അതാണ് രണ്ടാമത്തെ പോസിറ്റീവ്. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ശരിക്കും ഒരു നോ പ്രോബ്ലം കാർ എന്ന് തന്നെ നമുക്ക് വാഗണാറിനെ പറയാം. നിങ്ങൾ ഏത് വാഗണാർ ഓണേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും വാഗണാറിന് പ്രത്യേകിച്ച് യാതൊരു കംപ്ലൈന്റുകളും ആർക്കും പറയാനുണ്ടാവില്ല. ഷെഡ്യൂൾഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്യുക, അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഷോറൂമിൽ നിന്ന് ചെയ്യാം. ടയർ മാറ്റേണ്ട സമയമാകുമ്പോൾ ടയർ മാറ്റുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. അതല്ലാണ്ട് വാഗണാറിന് പ്രത്യേകിച്ച് യാതൊരു കംപ്ലൈന്റുകളും ഇല്ല. അതിപ്പോൾ 1 ലിറ്റർ എഞ്ചിനാണെങ്കിലും 1.2 ആണെങ്കിലും സെയിം തന്നെയാണ്. അതായത് ഒരു ഹാസൽ ഫ്രീ കാർ എന്ന് പറയാം. അപ്പോൾ ഒരു ഫാമിലിനെയൊക്കെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു വാഹനമായിരിക്കും. കാരണം ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളും വേണ്ട, പെട്രോൾ അടിക്കുക, ഓടിക്കുക എന്നുള്ളൊരു പോയിന്റ് ആയിരിക്കും. നാലാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഹൈ റീസെയിൽ വാല്യൂ ആണ്. അതായത് ഇപ്പോൾ 2019 ഈ ഡിസൈനിൽ വന്ന വാഗണാർ 19 6-7 കൊല്ലം കഴിഞ്ഞു. അന്ന് ഈ വാഹനത്തിന്റെ പ്രൈസ് ഉണ്ടായിരുന്ന 6.5 ലക്ഷം രൂപയുടെ അടുത്തായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. ആ വാഹനം ഇപ്പോൾ വിറ്റാലും കിട്ടും 4.5 ലക്ഷം രൂപയുടെ അടുത്ത്, അല്ലെങ്കിൽ 4.5 ലക്ഷം രൂപ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും നല്ല വണ്ടിയാണെങ്കിൽ. അത്രയും റീസെയിൽ വാല്യൂ ഉള്ള വേറൊരു വാഹനം ആയിരുന്നില്ല. അതും ഇതിന്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് പോസിറ്റീവാണ്. ഇപ്പം നിങ്ങളൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു വാഹനം എടുത്തു, അതിനുശേഷം നിങ്ങൾക്കൊരു 3-4 കൊല്ലം കഴിഞ്ഞ് കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പൈസ കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ളതും ബിഗസ്റ്റ് ഒരു പോസിറ്റീവായിട്ട് പറയാം. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡിസൈൻ തന്നെയാണ്. ഒരു ടോൾ ബോയ് ഡിസൈൻ, അല്ലെങ്കിൽ ഒരു SUV ലുക്കുള്ള ഒരു ഡിസൈൻ. പലരും ഫാമിലിയിലെ ഫസ്റ്റ് കാർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഫാമിലിയിലെ എല്ലാവർക്കും ഒരേപോലെ യാത്ര ചെയ്യാൻ പറ്റണം. അതിന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്. ഇപ്പൊ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല, എന്നാലും ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഒരു അകത്ത് കയറി ഒന്ന് ഓടിക്കാനുള്ള ഒരു SUV ഫീലാണ്. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. കാരണം അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഡോറുകളാണ്. അത് ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് സീറ്റിനാണെങ്കിലും കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പം. ബാക്ക് സീറ്റ് ഒരു 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കും. അപ്പോൾ ഫാമിലി ഫ്രണ്ട്ലി കാർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺസിഡർ ചെയ്യുന്നത് വാഗണാറാണ്. അതുപോലെ തന്നെ അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയാവുന്നത് ഒരു ഫാമിലിയിലെ ഫസ്റ്റ് കാറായിട്ട് പലരും കൺസിഡർ ചെയ്യുന്ന വാഗണാറിനെയാണ്. കാരണം ഒരു നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു SUV ഫീല് ലഭിക്കും ഈ വാഹനത്തിനകത്തിരുന്ന് ഓടിക്കുമ്പോൾ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആണ്. നമുക്ക് ലേഡീസിനാണെങ്കിലും ആർക്കാണെങ്കിലും ഒരേപോലെ സിറ്റിയിലും ഹൈവേയിലും മറ്റ് പല മൾട്ടിപർപ്പസ് യൂസിനും ഈ വാഹനം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മാരുതിയുടെ എക്കോന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന പല വാഗണാർ കാറുകളും നമുക്കറിയാം. സർവീസിന് ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ സെയിൽസ് പർപ്പസിന് ഉപയോഗിക്കുന്ന വാഗണാറുകളുണ്ട്. ഇപ്പൊ ടാക്സി സെഗ്മെന്റിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും വാഗണാറാണ്. അത് അടുത്തൊരു പോസിറ്റീവാണ്. കാര്യം 6,10,000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ ടൂർ H2 എന്ന് പറഞ്ഞ CNG ലഭിക്കും.
ടാക്സിയിലേക്ക് മാത്രമായിട്ടുള്ളൊരു വാഹനമാണ്. ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ടാക്സി സെഗ്മെന്റിലെ വാഹനമാണത്. ഇപ്പോൾ അത് ടാക്സി സെഗ്മെന്റിൽ ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് CNG നമുക്ക് മാനുവലി ലഭിക്കുന്നുണ്ട്, LXIയിലും VXIയിലും. അതും ഹൈലി ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ കൊണ്ടു നടക്കുന്നതിനേക്കാളും കോസ്റ്റ് കുറവിൽ നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ഇലക്ട്രിക് കാർ വാങ്ങണമെങ്കിൽ മിനിമം ഒരു 15 ലക്ഷം രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യണം. അങ്ങനെ എടുക്കുന്നവർ അത് മാക്സിമം ഓടിച്ച് മുതലാക്കാനാണ് നോക്കുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇതിന്റെ CNG കൺസിഡർ ചെയ്യാം. കാരണം നിങ്ങളൊരു 6 ലക്ഷം രൂപ അല്ലെങ്കിൽ 7 ലക്ഷം രൂപ കൊടുത്ത് ഒരു VXI CNG എടുത്തു, നിങ്ങൾ കണ്ടിന്യൂസ് ഓടിച്ചു കഴിഞ്ഞാൽ കൂടെയും ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ കോസ്റ്റിലേക്ക് പോലും എത്തില്ല. അങ്ങനെ നോക്കുമ്പോഴും വാഗണാർ ആ ഒരു ബഡ്ജറ്റിന് വെർത്താണ്. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയാവുന്നത്, ഇത് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വാഹനമൊന്നും അല്ല, പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സേ വരുന്നുള്ളൂ. അതെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പഴയ വാഗണാറിൽ എങ്ങനെയാണോ സിമിലർ ആയിട്ട്. ഇപ്പൊ അത്യാവശ്യം വേണ്ട സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്, അത് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റിയറിംഗ് വീല്. നമുക്കൊരു മ്യൂസിക് സിസ്റ്റം വിത്ത് ടച്ച് സ്ക്രീൻ, അതിനകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല, നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. AC ഇപ്പോഴും മാനുവലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സാധാരണക്കാരന് ഡെയിലി ലൈഫിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു ബിഗസ്റ്റ് പോസിറ്റീവ് ആണ്. കാരണം ഫീച്ചേഴ്സ് കൂടുന്തോറും സാധാരണ ഇതിൽ പല പല കംപ്ലൈന്റുകളും വരാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെ യാതൊരു എക്സ്ട്രാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ ഇതെല്ലാമാണ് വാഗണാറിന്റെ പോസിറ്റീവ്സ്. ഇനി നെഗറ്റീവ്സ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം 8 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വാങ്ങുന്ന ഒരു വാഹനത്തിൽ ഇതുവരെ ഓട്ടോമാറ്റിക് AC പോലും കൊടുത്തിട്ടില്ല. ഒരു നോർമൽ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്, 4 സ്പീക്കർ, റിവേഴ്സ് ക്യാമറ ഇല്ല. പിന്നെ നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മുടെ ഗ്രാബ് ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, ഇവിടെ ഫിക്സഡ് ഗ്രാബ് ഹാൻഡാണ് ഇപ്പോഴും വരുന്നത്. അതൊരു സ്പ്രിംഗ് ഗ്രാബ് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. അങ്ങനെ എന്താ പറയുക, അത്യാവശ്യം വേണ്ട പല ഫീച്ചേഴ്സ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അതിപ്പോൾ ഒരു ലേഡീസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരുന്നേക്കാം. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ഇതെല്ലാം നമുക്ക് വാഗണാറിന്റെ നെഗറ്റീവ്സിൽ ഒന്നാമത്തെ നെഗറ്റീവായിട്ട് പറയാം. രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയാണ്. ഇപ്പൊ പലരും ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് സേഫ്റ്റിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വാഗണാർ അത്ര സേഫസ്റ്റ് കാറായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഗ്ലോബൽ ആൻഡ് ക്രാഷ് ടെസ്റ്റോ ഭാരത് ക്രാഷ് ടെസ്റ്റോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഓടിക്കുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യില്ല എങ്കിലും, പക്ഷേ മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര സേഫ് ആയിട്ടുള്ള വാഹനമൊന്നും അല്ല നമ്മളുടെ വാഗണാർ. അത് രണ്ടാമത്തെ നെഗറ്റീവാണ്. മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ കൊടുത്തിരിക്കുന്ന AMT അത്യാവശ്യം ലാഗുള്ള ഒരു AMT ആണ്. നിങ്ങൾ വാഗണാർ എടുക്കുന്നുണ്ട്, അതിനൊരു AMT ഓട്ടോമാറ്റിക് ആണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് 1.2 തന്നെ പോകണമെയാണ് നല്ലത്. ZXL ZXL പ്ലസിലും അതാകുമ്പോൾ ലാഗ് കാര്യങ്ങളൊന്നുമില്ല, കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസിയും ലഭിക്കും. 1 ലിറ്റർ എഞ്ചിനേക്കാളും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് 1.2 പെട്രോൾ എഞ്ചിൻ. അപ്പോൾ അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ 1 ലിറ്റർ എഞ്ചിൻ എടുക്കുന്നവർക്ക് ലാഗ് ഉണ്ടാവും, അതും വേണമെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാം. അങ്ങനെ വളരെ ചെറിയ നെഗറ്റീവുകളെ ശരിക്കും വാഗണാറിനുള്ളൂ. കാര്യം ഈ ബഡ്ജറ്റിൽ കിട്ടുന്നതിൽ ഇപ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് കാർ അല്ലെങ്കിൽ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി കാർ തന്നെയാണ് വാഗണാർ. ഇപ്പോൾ വേറൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാവുന്നത് ഡിസൈൻ തന്നെയാണ്. കാര്യം 2019 വന്ന സമയത്ത് ഇതൊരു നല്ല ഡിസൈൻ ആയിരുന്നു. പക്ഷെ അതിനുശേഷം ഈ വാഹനം ഇപ്പോഴും ടോപ്പ് സെല്ലിങ്ങിലാണ്. അതുകൊണ്ട് മാരുതി ഇതിന്റെ ഡിസൈനിൽ തൊട്ട് കളിച്ചിട്ടില്ല, സെയിം ഡിസൈൻ തന്നെ. ഈവൻ അകത്തേക്ക് വന്നാൽ പോലും ഒരു മാറ്റവും ഇല്ല. ഇതാണ് വാഗണാറിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ്. അപ്പോൾ 8 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങളൊരു പുതിയ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ വാഗണാർ കൺസിഡർ ചെയ്യുമോ ഇല്ലയോ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് വാഗണാറിന്റെ പ്രൈസും കൂടി നോക്കാം. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോക്ക് റീച്ച് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രൈസും കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ ബേസ് LXI വേരിയന്റ് നിങ്ങൾക്ക് 5,60,000 രൂപയ്ക്ക് ഈ മാസത്തെ ഓഫറുകളെല്ലാം കഴിഞ്ഞ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മൾ ബേസ് LXI വേരിയന്റിൽ തന്നെ നമുക്ക് CNG അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 6,80,000 രൂപ, അതായത് പെട്രോളിനേക്കാളും 1,20,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ബേസ് CNG നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അടുത്ത് വരുന്ന വേരിയന്റ് VXI വേരിയന്റ് ആണ്. VXI വേരിയന്റ് 6,35,000 രൂപയാണ് VXI മാനുവലിന്. VXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 6,85,000 രൂപ. VXI CNG ആണെങ്കിൽ 7,40,000 രൂപ. പിന്നെ നമുക്ക് ടൂർ വരുന്നുണ്ട്. ഇതിനകത്ത് ടൂർ H3 CNG ആണെങ്കിൽ 6,40,000. ടൂർ H3 നോർമൽ വാഹനമാണെങ്കിൽ, CNG അല്ലാത്ത പെട്രോൾ ആണെങ്കിൽ 5,40,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് LXI, VXI ഓട്ടോമാറ്റിക്, ടൂർ, CNG ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് 1 ലിറ്റർ പെട്രോൾ എഞ്ചിനുമായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. അത് CNG ആണെങ്കിലും
ഓട്ടോമാറ്റിക് ആണെങ്കിലും ചെറിയ ഒരു പവർ കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അതല്ല നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള വാഗണാർ വേണമെങ്കിൽ 1.2ലേക്ക് പോവുക. അത് ZXi വേരിയന്റോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ZXi വേരിയന്റിൽ 1 ലിറ്റർ അവൈലബിൾ അല്ല, 1.2 മാത്രമേ ഉള്ളൂ. ZXi മാനുവൽ 6,85,000 രൂപയും ZXi ഓട്ടോമാറ്റിക് 7,35,000 രൂപയ്ക്ക് ലഭിക്കും. 7,35,000 രൂപയ്ക്ക് വാഗണാറിന്റെ ZXi വേരിയന്റ് ഒരു വെർത്ത് തന്നെയാണ്. കാരണം ആ വാഹനം എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്ക്രീൻ ആക്സസറേറ്റ് ചെയ്യാം, അലോയ്സ് വേണമെങ്കിൽ വേറെ പുറത്തുനിന്ന് അലോയ്സ് ചെയ്യാം, പിന്നെ ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ ചെയ്യാം. ബാക്കി എല്ലാ സംഭവങ്ങളും ഓൾമോസ്റ്റ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഐദർ ആക്സസറി ചെയ്യുക. അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഷോറൂമിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു വാഗണാർ വേണമെങ്കിൽ ഈ ടോപ്പ് ആൻഡ് ZXiലേക്ക് പോവുക. ZXi പ്ലസ് ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 7,35,000 മാനുവൽ. നിങ്ങൾ ഈ കാണുന്ന വാഹനത്തിന്റെ മാനുവലാണ്. 7,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇതിന്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 7,85,000. അതായത് 8 ലക്ഷം രൂപ താഴെ നിങ്ങൾ ഈ കാണുന്ന ഈ ഡ്യുവൽ ടോൺ കളറിലുള്ള ഈ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ചില മാസങ്ങളിൽ കുറച്ചും കൂടി ഓഫറുകൾ അവൈലബിൾ ആവാറുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ അഡീഷണലി ലഭിക്കാറുണ്ട്. അങ്ങനെ ഓഫറുകളൊക്കെ കൂടുതൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി പ്രൈസ് ഡിസ്കൗണ്ടിൽ വാഗണാർ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ വാഗണാർ നോക്കുന്നുണ്ട് 7 ലക്ഷം രൂപ അല്ലെങ്കിൽ 8 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ മാരിൽ നിന്നൊരു 1.2 പെട്രോൾ എഞ്ചിൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. കാരണം വാഗണാറിന് വേറൊരു അപ്ഡേറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ സ്വിഫ്റ്റിലൊക്കെ കണ്ട 1.2 3 സിലിണ്ടർ എഞ്ചിനിലേക്ക് മാറിയേക്കാം. അതുപോലെ തന്നെ ഒരു ഫൈനൽ കാര്യം കൂടിയും പറയാം. ഇപ്പോൾ വാഗണാർ പുതിയത് എടുക്കാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ല, നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് വാഗണാർ മതിയെങ്കിൽ അതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം 2019 ശേഷം വലിയ ഡിസൈൻ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു വണ്ടി 2022, 2023 ഒക്കെ ഉള്ള ഒരു വണ്ടി മാർക്കറ്റിൽ ലഭിക്കുകയാണ്. അത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്, നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിൽ ലഭിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ആ വണ്ടി എടുക്കുക, ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് കുട്ടപ്പനാക്കി റോഡിൽ ഇറക്കുകയാണെങ്കിൽ പുത്തൻ വണ്ടിയല്ല എന്ന് ആരും പറയില്ല. അതും വാഗണാറിന്റെ റീസെയിൽ മാർക്കറ്റിലുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരേജ് റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കാം. വാഗണാറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നോക്കിക്കോ. ഇപ്പോൾ ഇഗ്നിസ് നിന്ന് പോയ പോലെ താമസമില്ലാണ്ട് വാഗണാറും ചേഞ്ചുകൾ വന്നേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.